നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളിൽ നിന്ന് ക്വാറന്റൈൻ സൗകര്യത്തിന് പണം ഈടാക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ പ്രവാസ ലോകത്തെന്നും പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. ഇതര നാടുകളിൽ നിലനിൽപ്പിന് തന്നെ പ്രയാസപ്പെടുന്ന മനുഷ്യരാണ് നാടണയാൻ കാത്തിരിക്കുന്നത്. ടിക്കറ്റിനുള്ള അമിത നിരക്ക് പോലും പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ച് യാത്രയാവുന്ന ഇവരെ ചൂഷണം ചെയ്യാനുള്ള ശ്രമം അനുവദിക്കാനാവില്ലെന്ന് വിവിധ സാമൂഹിക സംഘടനകളും സാംസ്കാരിക പ്രവർത്തകരും വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ മലയാളികൾ നാട്ടിലേക്ക് എത്തുമ്പോൾ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള ചിലവുകൾ സ്വയം വഹിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രവാസി സമൂഹത്തിലുള്ള വാഗ്ദാന ലംഘനമാണെന്നാണ് KMCC UAE ദേശീയ പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ വ്യക്തമാക്കിയത്. മടങ്ങി വരുന്നവരുടെ ചിലവുകൾ സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നാണ് നോർക്ക ഹെൽപ്പ് ലൈനിൽ 2 ലക്ഷത്തിലേറെ പേർ രജിസ്റ്റർ ചെയ്ത് ആ സമയത്ത് പോലും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചത്. എന്നിട്ടും 2 ലക്ഷം പേരെ ക്വാറന്റൈൻ ചെയ്യുന്നതിനുള്ള സംവിധാനം മാത്രമല്ല, അതിൽ കൂടുതൽ പേർ തിരിച്ചെത്തിയാലും അവരെ എല്ലാം കേരളം സ്വീകരിക്കാൻ സുരക്ഷിതമായി പാർപ്പിക്കാനുമുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പും നൽകിയതാണ്. വാക്ക് വിശ്വസിച്ച പ്രവാസികളെ അവഹേളിക്കുന്ന നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കേരള സർക്കാർ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും KMCC ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് എത്തുകയുണ്ടായി. കേരളത്തിന് പുറത്തുനിന്ന് മടങ്ങി വരുന്ന പ്രവാസികൾ ഇനി മുതൽ ക്വാറന്റൈൻ ചിലവ് വഹിക്കണമെന്ന തീരുമാനം സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കേരള സർക്കാർ ആവശ്യപ്പെട്ടാൽ സഹകരിക്കാൻ തയ്യാറാണെന്നും കൗൺസിൽ മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് ചാൾസ് പോൾ, ഗ്ലോബൽ സെക്രട്ടറി ജനറൽ CU മത്തായി എന്നിവർ അറിയിക്കുകയും ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യ മേഖല കോവിഡ് നിയന്ത്രണത്തിലും പരിചരണത്തിലും മികച്ച മാതൃക കാണിച്ച് ലോക പ്രശസ്തിയിൽ നിൽക്കുമ്പോൾ ഇത്തരം തീരുമാനങ്ങൾ സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളുടെ ശോഭയെ തന്നെ സാരമായി ബാധിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിർവാഹമില്ലാത്ത ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തിരിച്ചടിയാവുകയാണ് ഈ തീരുമാനം. ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിന്ന് ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾക്കുള്ള സൗജന്യ ക്വാറന്റൈൻ നിർത്തലാക്കാനുള്ള സർക്കാർ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നാണ് ലിയാഖത്ത് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന PCF അബുദാബി കമ്മിറ്റിയുടെ ഓൺലൈൻ അടിയന്തര യോഗം വിലയിരുത്തിയിരിക്കുന്നത്. സാധാരണക്കാരായ പ്രവാസികൾ മറ്റുള്ളവരുടെ സഹായത്താൽ ടിക്കറ്റ് എടുത്ത് ജന്മനാട്ടിലെത്തുമ്പോൾ അമിതഭാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന തീരുമാനം ഇരുട്ടടിയായി തീരുകയാണ്. ഇത്തരത്തിൽ മടങ്ങി വരുന്ന പ്രവാസികൾ ക്വാറന്റൈൻ ചെലവ് കൂടി വഹിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ഗൾഫ് നാടുകളിൽ പ്രതിഷേധം ഉയരുകയാണ്. ജോലിയും താമസവുമില്ലാതെ നിത്യച്ചെലവിന് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പ്രവാസികളോട് ഈ സന്ദർഭത്തിൽ സർക്കാർ കാണിക്കുന്ന ക്രൂരതയാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്ന് പലരും വിലയിരുത്തുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.